Okay. So I would like to welcome each and everybody to this session. Today's session VPAC 133 Block 3 Institutional Framework. ഇതാണ് ഇന്നത്തെ ബ്ലോക്ക്. മൂന്നാമത്തെ ബ്ലോക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കാണ് എടുക്കുന്നത്. ആൻഡ് യു സി അതിനു മുമ്പേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അനവധി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, ടെക്നിക്കലി ആയിക്കോട്ടെ, സയൻറ്റിഫിക് ആയിക്കോട്ടെ, ലബോറട്ടറീസ് ആയിക്കോട്ടെ, അനവധി ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഉണ്ട്. അതേമാതിരി ഭരണഘടന പ്രകാരം പല സ്ഥാപനങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. ഭരണഘടന പ്രകാരം, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതേമാതിരി ക്രിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഏറ്റവും പരമപ്രധാനമായാണ്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് IAS ഓഫീസർ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. എന്നുവെച്ചാൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ട്. അല്ലെ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ലെവലിലെത്താൻ വളരെയധികം കഷ്ടപ്പാടും. അതെന്ന് വെച്ചാൽ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ആയിരിക്കണം. അതാണ് ഹി ദ ഹയസ്റ്റ് സിവിൽ സർവൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നൗ ഇത് ആദ്യത്തെ ചാപ്റ്ററിലെ യൂണിറ്റ് 6 ആണെന്ന് എടുക്കുന്നത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, അതായത് ഇന്ത്യയുടെ. അതിൽ എവാലുവേഷൻ ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി എങ്ങനെയാണ്, സെക്രട്ടേറിയറ്റ് എന്താണ്, എങ്ങനെയാണ് ഉടലെടുത്തത്, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് അവരുടെ ഓരോ പ്രവർത്തന രീതി, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ എന്തെല്ലാമാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ്. പിന്നെ അനവധി കമ്മിറ്റീസ് ഉണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി. അതേതെല്ലാമാണ്. പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മാത്രമല്ല, നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനെ ഇന്നത്തെ സ്ഥിതിയിൽ എങ്ങനെ നമ്മൾ എവാലുവേറ്റ് ചെയ്യാം. സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എവിടെ എത്തി, ഇന്നത്തെ സ്ഥിതി എന്താണ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് അതായത് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു. ബ്രിട്ടീഷ് ലീഗസി ഇൻ ഇന്ത്യ, മനസ്സിലായില്ലേ. ജസ്റ്റ് ICS IAS ആക്കി, ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആക്കി. അപ്പോൾ പകുതിയും ഞാൻ ആസ് ഐ ടോൾഡ് യു ഏർലിയർ അതേ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും അതേ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലും ഒക്കെ നിലവിലിരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുതന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഡ്യൂട്ടി, ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈസ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. അനവധി നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടാവും, ഗവൺമെൻറ് ഡിസിഷൻസ്, സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻസ് ഉണ്ടായിരിക്കും, പ്രൈം മിനിസ്റ്ററുടെയൊക്കെ. അതൊക്കെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം സൂക്ഷിക്കണം, മെയിൻറ്റെയിൻ. അതേമാതിരി പീസ് ട്രീറ്റീസ്, അഗ്രിമെൻറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ട്രേഡ്, അതേമാതിരി പലതും ഉണ്ടല്ലോ. അതിൻ്റെ എല്ലാം റെക്കോർഡ് സൂക്ഷിച്ചോളണം. അത് മാത്രമല്ല, ടു പ്രൊവൈഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ടു ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയാണ് കേട്ടോ. 1 ക്യാബിനറ്റ് മിനിസ്റ്റർ, 2 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് MOS, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, നമ്മുടെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. പിന്നെ വേറെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഉണ്ട് ചിലവർക്ക്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൽ ഇൻഡിപെൻഡൻറ്റ് ചാർജ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററുടെ ഇൻഡിപെൻഡൻറ്റ് ചാർജ്, അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. അത് കൂടാതെ, അതായത് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ജൂനിയറാണ് പിന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് MOS. ചില ഡിപ്പാർട്ട്മെന്റിൽ ക്യാബിനറ്റ് ഉണ്ടാവില്ല, ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവില്ല, പക്ഷെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ചാർജ് പറഞ്ഞിട്ടുള്ള മന്ത്രി ഉണ്ടാവും. വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഓക്കെ, പിന്നെ അപ്പോൾ യെസ്, ഡ്യൂട്ടി ഓഫ് ബ്രിട്ടീഷ് ലീഗസി, ദ ബേസിക് ഡ്യൂട്ടി ഓഫ് ദ ക്യാബിനറ്റ്. അപ്പോൾ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പ്രൈം മിനിസ്റ്ററാണ് ക്യാബിനറ്റ് മീറ്റിങ്ങിൻ്റെ ഹെഡ് ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. എപ്പോൾ വേണം, ഏതാണ് ഡേറ്റ് എന്നിട്ട് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യുക, ഓരോരുത്തർ ഫോളോ അപ്പ് ആക്ഷൻസ്,
അതേമാതിരി അത് അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓരോരോ അജണ്ട പ്രിപ്പറേഷനൊക്കെ അവരാണ്. അത് വരുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പോൾ ഈ ക്യാബിനറ്റ് സെക്രട്ടറിന് വളരെ വലിയ ഫങ്ഷൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ഈസ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ടു ദ ക്യാബിനറ്റ്. പിന്നെ എവാല്യൂഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, അതിനെപ്പറ്റി പറയാം, വരുന്നുണ്ട്. ഫർദർ ദ റോൾ ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി, സീനിയർ മോസ്റ്റ് സിവിൽ സർവൻ്റ് ആണ് ഇന്ത്യയുടെ. ആൻഡ് ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട്. അതായത് എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഓരോരോ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതേതല്ല, അതും നമ്മൾ പിന്നീട് വിവരിക്കും, വിൽ ബി ഹൈലൈറ്റഡ്. ഓക്കെ, evaluation of cabinet secretariat. Okay, now yes, cabinet secretariat in there. Okay, now evaluation of cabinet secretariat in there in India before 1935. The governor general, അതായത് 1935 നമ്മുടെ ബ്രിട്ടീഷ് ഭരണമാണല്ലോ, ആ സമയത്ത് ഗവർണർ ജനറൽ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഹെഡ് എ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവില്ല, വല്ല നമ്മുടെ മന്ത്രിമാർക്കൊക്കെ ഉണ്ടല്ലോ പ്രൈവറ്റ് സെക്രട്ടറി, കാരണം ഇന്ത്യ ഭരിക്കുന്നതാണ് ഗവർണർ ജനറൽ. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഹു പ്രൊവൈഡഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, അവർക്ക് വേണ്ട അസിസ്റ്റൻസ് എല്ലാം, സെക്രട്ടറി ആയിട്ട് ടൈപ്പിംഗ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, സർക്കുലർ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടാക്കുന്നത് ക്ലറിക്കൽ വർക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ് വെൽ ആസ് ടു ദിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അപ്പോൾ നമ്മുടെ സെക്രട്ടറി, ഇവരുടെ ഗവർണർ ജനറലുടെ ഒരു കൗൺസിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതായ പ്രിപ്പറേഷൻ ഇതെല്ലാം ഇവരാണ് ചെയ്തു കൊടുത്തിരുന്നത്. ആര്? പ്രൈവറ്റ് സെക്രട്ടറി. 2, ലോർഡ് വെല്ലിംഗ്ടൺ, ഹു വാസ് ദ ഗവർണർ ജനറൽ, ഇന്ത്യയുടെ ബ്രിട്ടനിലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻ ഇന്ത്യയിലത്തെ 1931-36 1931-36 used to have his private secretary attend meetings of cabinet and record the proceeding. അതന്നെ ഇപ്പോഴും ചെയ്യുന്നത്. അതായത് ലോർഡ് വെല്ലിംഗ്ടൺ നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്നു 1931 മുതൽ 5 വർഷം 1936 വർഷം വരെ, 36 വരെ, 31-36. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. ആ മീറ്റിങ്ങിൽ എന്തെല്ലാം ഡിസ്കസ് ചെയ്തു അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊസീഡിങ്സ് പറഞ്ഞ മിനിറ്റ്സ് ആണ്, നടക്കുന്ന കാര്യങ്ങൾ. അത് ഒരു കാര്യമുണ്ട്, ഇവിടെ മിനിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ആസിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യില്ല, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം മീറ്റിങ്ങിൽ പലതും ഡിസ്കസ് ചെയ്യും, അതെല്ലാം മിനിറ്റ്സ് ഉണ്ടാക്കണമെന്നില്ല. പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, വ്യൂസ് എക്സ്ചേഞ്ച് ഉണ്ടോ, അതെല്ലാം മിനിറ്റ്സിൽ വരണമെന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡിസിഷൻ എടുത്ത കാര്യങ്ങളാണ് മിനിറ്റ്സിൽ വരിക. മനസ്സിലായില്ലേ? നോ, സർ എറിക് കോട്സ് was the first cabinet secretary in pre-independent India, but his designation was the secretary to the Viceroy Executive Council. അത് പണ്ടത്തെ കാര്യമാണ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് ഒന്ന് ജസ്റ്റ് വായിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ എറിക് കോട്സ് പറഞ്ഞ ആള് ക്യാബിനറ്റ്, അയാളായിരുന്നു ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ സെക്രട്ടറി ടു വൈസ്രോയ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, പല വൈസ്രോയും നമ്മുടെ ഉണ്ട്. കർസൺ പ്രഭു, വെല്ലിംഗ്ടൺ പ്രഭു, ഓരോരോ വൈസ്രോയ്സ് ഉണ്ട് നമ്മുടെ. അപ്പൊ അവരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ സെക്രട്ടറിയായിട്ട് ആണ് നമ്മുടെ എറിക് കോട്സിനെ അപ്പോയിന്റ് ചെയ്തത്. ഇനി ലോർഡ് വെല്ലിംഗ്ടന്റെ. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1964 ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എ ന്യൂ ഡിപ്പാർട്ട്മെന്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വാസ് സെറ്റപ്പ് ഇൻ ദ കൺട്രി അണ്ടർ ഹോം മിനിസ്ട്രി, അതായത് ഹോം അഫയേഴ്സ്. ഇൻ ഫെബ്രുവരി 1973 this was yes, recommendation of central personnel agency CPA ഇത് പ്രകാരം CPA സെൻട്രൽ പേഴ്സണൽ ഏജൻസിയുടെ അതിനെന്താ ചെയ്തത് വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ ക്യാബിനറ്റ് സെക്രട്ടറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്നില്ല. ഇപ്പോ now it is named as, ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നൗ ഇതിലെ കീഴില് അനവധി ഇത് വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പേഴ്സണൽ വരുന്നുണ്ട്, പബ്ലിക് ഗ്രീവൻസ് വരുന്നുണ്ട്,
സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ വരുന്നുണ്ട്, അറ്റോമിക് എനർജി വരുന്നത്, സ്പേസ് വരുന്നുണ്ട്. ദേ ആർ ഡീലിംഗ് വിത്ത് മാറ്റർ കൺസേൺഡ് വിത്ത് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, കരിയർ ഡെവലപ്മെന്റ്, സ്റ്റാഫ് വെൽഫെയർ, ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ നോക്കൂ. നമ്മുടെ ക്യാബിനറ്റിന്റെ 3 പ്രധാന വിങ് ആണ്. ആദ്യമായിട്ട് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓർഗനൈസേഷൻ എന്താണ് സ്ട്രക്ചർ. അതായത് ഒന്ന് സിവിൽ വിങ്. സിവിൽ വിങ് പറഞ്ഞാൽ അഡ്വൈസിങ് ആൻഡ് അസിസ്റ്റൻസ് ഈസ് ഗിവൺ ടു ദ യൂണിയൻ ക്യാബിനറ്റ്, സിവിൽ വർക്ക്. രണ്ടാമത്തെ മിലിറ്ററി വിങ് ആണ്. മിലിറ്ററി വിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിലിറ്ററി വിങ് വിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ടു ദ ഡിഫൻസ് കമ്മിറ്റി ഓഫ് ദ ഡിഫൻസ് കമ്മിറ്റി ഉണ്ട് നമ്മുടെ ക്യാബിനറ്റില്. അപ്പൊ അതേമാതിരി മിലിറ്ററി അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതുമാതിരി നാഷണൽ ഡിഫൻസ് കൗൺസിൽ ഉണ്ട് ആൻഡ് അതർ കമ്മിറ്റി ഡീലിംഗ് വിത്ത് ഡിഫൻസ് മാറ്റേഴ്സ്. ഇന്ത്യയുടെ ഇന്റലിജൻസ് മാറ്റേഴ്സ് ഉണ്ട്. അതേമാതിരി ജോയിന്റ് ഇന്റലിജൻസ് ഉണ്ട്. കമ്മിറ്റി ഉണ്ട് ഓഫ് ദ ക്യാബിനറ്റ്. ഇതിന്റെയൊക്കെ കാര്യങ്ങള് ഇവര് നോക്കുന്നു. ഓക്കെ, ഈ ഓർഗനൈസേഷൻ ഇവരതെല്ലാം, അതായത് മിലിറ്ററി വിങ് ആണ് നോക്കുന്നത്. പിന്നെ ഇന്റലിജൻസ് വിങ് ഉണ്ട്. അത് വരുന്നുണ്ട് ഇവിടെ. എന്താണ് ജോയിന്റ് ഇന്റലിജൻസ്? അതായത് നമ്മൾ ഓരോരോ ഇന്റലിജൻസോട് കൂടി കണ്ടുപിടിക്കുക, ഓരോരോ അതൊക്കെ മിലിറ്ററി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് വരുന്നുണ്ട്. നോക്കിക്കോളൂ. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ആർ ദർ. റിസർച്ച് ആൻഡ് അനാലൈസിസ് വിങ്. എന്താ റിസർച്ച് ആൻഡ് അനാലൈസിസ് വിങ് പറഞ്ഞാൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള ഓരോരോ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ പാകിസ്ഥാനിലോ നെയ്ബറിംഗ് കൺട്രിയിലോ അഫ്ഗാനിസ്ഥാനിലോ മിയാൻമാർ, ബംഗ്ലാദേശ്, എന്താണ് അവിടെ നടക്കുന്നത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സീക്രട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ഇവർ ചിലപ്പോൾ വേഷം മാറിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾ സഞ്ചരിക്കും. അതേമാതിരി രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ ഓരോരോ, ഇപ്പൊ യുക്രൈൻ, അതേമാതിരി റഷ്യ, ഓരോ സ്ഥലങ്ങളിലത്തെ അതേമാതിരി യുദ്ധങ്ങൾ, ഇതൊക്കെ നമ്മളെന്താ ചെയ്യേണ്ടത്? എവിടെയൊക്കെ സെറ്റ് ബാക്ക് ഉണ്ട്, എങ്ങനെയാണ്, എവിടെല്ലാം മിലിറ്ററി ഇതുണ്ട്, ഇപ്പൊ ചൈനയുടെ ആയിക്കോട്ടെ, എവിടെയൊക്കെ പട്ടാളം ഇതുണ്ട്, ഇത്തരത്തിലുള്ള സീക്രട്ട് മെസ്സേജ് ആണ് റോ ഈ പ്രൈം മിനിസ്റ്റർക്കാണ് റിപ്പോർട്ട് കൊടുക്കുക. വളരെ കോൺഫിഡൻഷ്യൽ ഇൻ നേച്ചറാണത്. അപ്പൊ അതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ക്യാബിനറ്റിന്റെ. രണ്ടാമത് പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി. പറയേണ്ട ആവശ്യമില്ല സെക്യൂരിറ്റി എന്താണ്. സെക്യൂരിറ്റി ടോട്ടൽ ഡയറക്ടർ ജനറൽ സെക്യൂരിറ്റിയുടെ. അടുത്തത് ഇതൊരു ഇപ്പോഴത്തെ ഒരു കുറച്ച് കൊല്ലങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് SPG. അതായത് രാജീവ് ഗാന്ധി ഒക്കെ മരിച്ചതിന്റെ ശേഷം, ഇന്ദിരാഗാന്ധി മരിച്ചതിന്റെ ശേഷമൊക്കെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, പ്രൈം മിനിസ്റ്റർ VVIPs, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, ചില മന്ത്രിമാർക്ക്, ഇവർക്കൊക്കെ ഗാന്ധി ഫാമിലി, ഇവർക്കൊക്കെ ചില സമയത്ത് ചിലപ്പോൾ എടുത്തു കളയും. പ്രൊട്ടക്ഷൻ ത്രെട്ട് പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അത് SPG ഗ്രൂപ്പ് എന്ന് പറയും, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് കേട്ടോ. സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ഏത് ഇതും അവർക്ക് മീറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ വരുമ്പോൾ മുമ്പിൽ ബ്രീഫ് കേസും പിടിച്ചിട്ട് മുമ്പിൽ നടക്കുന്ന കൂളിംഗ് കണ്ണടയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നടക്കുന്ന കാണാറില്ലേ? അവർക്ക് സ്പെഷ്യലി ട്രെയിൻഡ് ആളുകളാണ് അവര്. ആംഡ് ഇതാണ് അവര്. മനസ്സിലായില്ലേ? എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടിയതാണ് അവര്. അടുത്ത ജോയിന്റ് ഇന്റലിജൻസ് കമ്മിറ്റി. ഇത് ഓരോ കമ്മിറ്റിയാണ് ഇന്റലിജൻസിന്റെ. IB, ഇൻഫർമേഷൻ ബ്യൂറോ, ഓക്കെ, അങ്ങനെ പലതും കൂടുതൽ പറയുന്നില്ല. കാരണം അത് ഡിഫൻസ് ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെതാണ്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ പല ഇന്റലിജൻസ് ഏജൻസി, CBI ഇല്ലേ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലേ, അപ്പൊ ഇതൊക്കെയാണ് ഓരോ കമ്മിറ്റിന്റെ. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഗ്രീവൻസ്, അതായത് ജനങ്ങളുടെ ഓരോരോ ഗ്രീവൻസ് ഉണ്ടാവല്ലോ, അതായത് ഓരോരോ പ്രശ്നങ്ങള്, എന്തെല്ലാം പ്രശ്നങ്ങള്, ചിലവരുടെ റാങ്ക്, പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഗ്രീവൻസ് ഉണ്ടാവല്ലോ പലതും. അത് അക്യുമുലേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അതാണത് ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഗ്രീവൻസ്. പിന്നെ നാഷണൽ അതോറിറ്റി, കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ, ഇത്തരത്തിലുള്ള പ്രാധാന്യപ്പെട്ട ഇന്റർനാഷണൽ ഇഷ്യൂസ്. എന്താ കെമിക്കൽ വെപ്പൺ? ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്താ കെമിക്കൽ വെപ്പൺസ് പലയിടത്തും ഉണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ഇറാഖ് ആക്രമിച്ചില്ലേ, നമ്മുടെ സദ്ദാം ഹുസൈൻ ഉള്ള സമയത്ത് എന്താണ് ആക്രമിക്കാൻ കാരണം? ലോകം സസ്പെക്ട് ചെയ്തു ഇറാഖില് കെമിക്കൽ വെപ്പൺസ് ഉണ്ട്, അവരത് യൂസ് ചെയ്യുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് ബുഷ്
അത്തരത്തിലുള്ള വാർ അവിടെ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഈ കെമിക്കൽ വെപ്പൺസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇതൊക്കെ ഇല്ലേ, അതിനുള്ള പ്രത്യേക അതും ഇതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇതാണ്. ഓക്കെ, സോ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് അതർ സെക്രട്ടറീസ് ഓൾസോ. സെക്രട്ടറീസ് ഇത് കൂടാതെ പല സെക്രട്ടറി ഒഫീഷ്യൽസ് ഉണ്ട് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ. അത് ഓരോരോ സബ്ജക്റ്റ് റിലേറ്റഡ് അഡ്വൈസേഴ്സ് ആണ്. ചിലത് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്ന ചില സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണ്, അറ്റോമിക് എനർജി ആണെന്ന് അതിൻ്റെ, സ്പേസ് അതിൻ്റെ അഡ്വൈസേഴ്സ്, അതൊക്കെ ഈ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വരും. ഓക്കെ, അടുത്ത് ഫങ്ഷൻ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന്. സി അജണ്ട പ്രിപ്പറേഷൻ ഫോർ ദ മീറ്റിംഗ്സ്. ക്യാബിനറ്റ് മീറ്റിങ്ങിന്റെ പ്രൈം മിനിസ്റ്ററാണ് ഹെഡ് ചെയ്യുന്നത്. അതിൻ്റെ അജണ്ട ഉണ്ടാക്കണം. അതായത് അതിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്തൊക്കെയാണ്, അത് വളരെ ബ്രീഫായിട്ടുള്ളതായിരിക്കണം. സമയം വളരെ വാല്യുബിൾ ആണ് പ്രൈം മിനിസ്റ്ററുടെയൊക്കെ. അപ്പോൾ അത് എത്രത്തോളം പിന്നെ പ്രിയോറിറ്റൈസ്, ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നേഷൻ്റെ എന്ത് ആദ്യം പല സപ്പോസ് 25 അജണ്ടയിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ്. ഇപ്പോൾ പ്രൈസ് റൈസ് ആയിക്കോട്ടെ, വേറെ വാർ, നമ്മുടെ ഇന്റർനാഷണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, റെഫ്യൂജീസ് ആയിക്കോട്ടെ, മറ്റേ പല പല നാഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സ് പറഞ്ഞല്ലോ, അതായത് കഴിഞ്ഞതിന് ശേഷം മിനിറ്റ്സ് ഉണ്ടാക്കണം. അത് വെർബാറ്റിയം അല്ല, ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ പാടൂ. മിനിറ്റ്സ് എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് ഉണ്ടാക്കുക, അതായത് പ്രസന്റ് ടെൻസിലല്ല. കഴിഞ്ഞു, സംസാരിച്ചു കഴിഞ്ഞു, എന്നിട്ട് എന്താ ഡിസിഷൻ എന്നാണത്. അടുത്ത പ്രൊവൈഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ക്ലറിക്കൽ, കമ്പ്യൂട്ടർ, ഇതൊക്കെ അല്ലേ പ്രൊവൈഡ് ചെയ്യുക ക്യാബിനറ്റ് കമ്മിറ്റീസിന്. ഓരോ കമ്മിറ്റിക്ക് ക്യാബിനറ്റ് കമ്മിറ്റീസിന് അത് ഏതൊക്കെ ഞാൻ പറയാം പിന്നീട്. അതിനൊക്കെ ഈ ക്ലറിക്കൽ വർക്കും അസിസ്റ്റൻസും കൊടുക്കണം ഇവര്. പിന്നെ കീപ്സ് ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ആൻഡ് ഓൾ സെൻട്രൽ മിനിസ്ട്രീസ് ഇൻഫോംഡ് ഓഫ് ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ഡിസിഷൻ വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെൻട്രൽ മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഓഫ് കോഴ്സ്, ഇവരെയൊക്കെ അറിയിക്കുക ഗവൺമെന്റിന്റെ ഡിസിഷൻ എന്താണ്. അതായത് നോക്കൂ, കോവിഡ് 3 വാക്സിനേഷൻ വേണം, 2 വാക്സിനേഷൻ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എല്ലാവരെയും നമ്മളെ സർക്കുലർ മുഖാന്തരമൊക്കെ അറിയിക്കണം ആണ്. പിന്നെ യെസ്, റിപ്പയർ അല്ലാതെ ഓക്കെ, അത് പ്രിപ്പയർ ആണ് കേട്ടോ. പ്രിപ്പയർ ആൻഡ് ഫൈനലൈസ്, പ്രിപ്പയർ നോട്ട് റിപ്പയർ. Prepare and finalize the rules of business of the government and allot the same to ministry. അതായത് ബിസിനസ്, റൂൾസ് ഓഫ് ബിസിനസ് എന്തൊക്കെയാണ് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേമാതിരി അത് അത്തരത്തിലുള്ള ഏത് മിനിസ്ട്രിക്കാണ് അലോട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉദിച്ചു വരുന്ന ചില ഇതുകള്, ഇപ്പൊ കോവിഡ് പണ്ടുണ്ടായിരുന്നല്ലോ, ഉടനടി അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, മനസ്സിലായില്ലേ. ഇപ്പോ പുതിയത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഉടനടി ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിക്ക് പോവുക. അത് അങ്ങനെ പല പല പുതിയ സംരംഭങ്ങളും ഇതൊക്കെ, അതാത് സ്കിൽ ഡെവലപ്മെന്റ്, അപ്പൊ അത് അങ്ങോട്ട് പോകും. അപ്പൊ അതൊക്കെ അലോട്ട് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ ഫങ്ഷൻസ് ദ ചീഫ് കോർഡിനേറ്റ് മോണിറ്ററിങ്, എല്ലാ മിനിസ്ട്രി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വാച്ചസ്, ഇംപ്ലിമെന്റേഷൻ, പിന്നെ മോളപ്പ് ചെയ്യണം. എടുത്ത ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ അതും കൂടി നോക്കണം. ഓരോരോ മിനിസ്ട്രീസ്, അനവധി മിനിസ്ട്രി ഉണ്ട് ഇന്ത്യയുടെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര മന്ത്രിമാരാണെന്ന്. അതൊക്കെ പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. പിന്നെ എന്നിട്ട് പ്രൈം മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡീവിയേഷൻസ് അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്യണം. അവർ ഇത്ര ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. അടുത്ത് ഹാൻഡിൽ ദ വർക്ക് പെർട്ടൈനിങ് ടു അപ്പോയിന്റ്മെന്റ് ആൻഡ് റെസിഗ്നേഷൻ ഓഫ് മിനിസ്റ്റേഴ്സ്. ചിലപ്പോൾ മിനിസ്റ്റർമാരെ രാജിവെക്കും. അതേമാതിരി റിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് അയക്കുക, അത് പ്രധാനമന്ത്രി സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന് അയക്കുക, പ്രസിഡന്റ് അവിടുന്ന് തിരിച്ചു വരും. അങ്ങനെ പല 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 ഇതുണ്ട്, അതൊക്കെ ചെയ്യുക. അതൊക്കെ ക്യാബിനറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ അലോട്ട്മെന്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ടു ദ മിനിസ്റ്റേഴ്സ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മിനിസ്റ്റേഴ്സിന് പോർട്ട്ഫോളിയോ അലോട്ട്മെന്റ് അത് പ്രധാനമന്ത്രി തീരുമാനിക്കും. അലോട്ട്മെന്റും അതിന്റെ ക്ലറിക്കൽ വർക്കും കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്യേണ്ടതും ഇവരാണ്. ഓർഗനൈസേഷൻ റീ ഓർഗനൈസേഷൻ, ചിലപ്പോ മെർജ് ചെയ്യും, ചിലപ്പോൾ 2-3 റെസ്പോൺസിബിലിറ്റി ഒരു മന്ത്രിക്ക് കൊടുക്കും. അപ്പൊ ആ റീ ഓർഗനൈസേഷൻ അതൊക്കെ ഇവരാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇതില് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, നമ്മുടെ കമ്മിറ്റി എക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്,
അങ്ങനെ പല പല കമ്മിറ്റികളുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല ഇവര് വേരിയസ് മിനിസ്റ്ററുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്പ്യൂട്ട്സ് അതും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആണ് സോൾവ് ചെയ്യുന്നത്, ഓരോരോ മിനിസ്റ്ററായിട്ട്. പിന്നെ വേറെ ഒന്ന് ഡിപ്പാർട്ട്മെന്റ് വാച്ചസ് ദ ഇംപ്ലിമെന്റേഷൻ, ക്യാബിനറ്റ് ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൺസേൺഡ് മിനിസ്ട്രി മാത്രമല്ല, കൺസേൺഡ് ചിലപ്പം ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. മിനിസ്ട്രി വളരെ വലുതാണ്, പക്ഷെ പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഏജൻസീസ് ഉണ്ടാവും, അത് ഡയറക്ടറേറ്റ്, അഗ്രികൾച്ചർ ഡയറക്ടർ, അങ്ങനെയൊക്കെ ഉണ്ട്, പല ഡയറക്ടറേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അതാണ് ഫങ്ഷൻസ്. ഇനി ഓഫീസ് ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടറി, അപ്പോയിന്റ്മെന്റ് ആൻഡ് ടെനർ. സി ദി ക്യാബിനറ്റ് സെക്രട്ടറി ഈസ് an administrative officer of the highest rank, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് സ്പെഷ്യൽ ക്വാളിറ്റി വേണം ക്യാബിനറ്റ് സെക്രട്ടറിക്ക്. കാരണം എല്ലാം പറഞ്ഞ കേൾക്കുന്ന ആളല്ല ക്യാബിനറ്റ് സെക്രട്ടറി. അയാൾക്ക് അയാളുടേതായ തീരുമാനമുണ്ട്. അത്ര ആ ലെവലിൽ എത്താൻ അവസാനത്തെ പോസ്റ്റാണത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊമോഷൻ ഇല്ല. അപ്പോൾ അത്ര വളരെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ടാക്റ്റ് വേണം, സാമർഥ്യം വേണം, എനർജി വേണം, ഹെൽത്ത്, ഇനിഷ്യേറ്റീവ് എടുക്കണം, എഫിഷ്യൻസി വേണം, പിന്നെ കോൺഫിഡൻസ്, മറ്റുള്ളവരിൽ ഒരു കമാൻഡ് ഓഫ് കോൺഫിഡൻസ് വേണം, റെസ്പെക്ട്, എല്ലാവരിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെസ്പെക്ട് ഉണ്ടാകണം. അതാണ് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിക്ക് വേണ്ട ആദ്യത്തെ യോഗ്യത. ഇനി അപ്പോയിന്റ്മെന്റ് ആൻഡ് ടെനർ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ടെനർ അതും കൂടി ഞാൻ പറയാം. സി ക്യാബിനറ്റ് സെക്രട്ടറി ഒരു എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ സിവിൽ സർവീസ്, നമ്മുടെ IAS ഒക്കെ ഉണ്ടല്ലോ, UPSCയുടെ സെലക്ഷന്റെ എക്സ് ഒഫീഷ്യോ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ചെയർമാൻ. ഓക്കെ, അതേമാതിരി പിന്നെ IASന്റെ. പിന്നെ ടെനർ, ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ടെനർ 2 കൊല്ലം മുതൽ 3 കൊല്ലം മാക്സിമം ആണ്. 3 കൊല്ലത്തിലും ഇത് പോയിട്ടില്ല ആരും ക്യാബിനറ്റ് സെക്രട്ടറിയിൽ. ഓക്കെ, ഏവറേജ് 3 കൊല്ലമാണ്. പിന്നെ ഡയറക്ട്ലി ക്യാബിനറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ പ്രൈം മിനിസ്റ്റർ. മനസ്സിലായില്ലേ? പിന്നെ കൺസേണിങ് ഓൾ മാറ്റേഴ്സ്, എല്ലാ മാറ്റേഴ്സിനും പ്രധാനമന്ത്രിയെ അറിയിക്കുന്നത് അവരാണ്. പിന്നെ ഇവരുടെ ഹെഡ് ത്രീ വിങ്സ്. ഒന്ന് റെപ്രസെന്റ്, അതായത് സെക്യൂരിറ്റി, കോർഡിനേഷൻ ആൻഡ് പൊളിറ്റിക്കൽ. ഇതെല്ലാം ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ political, there are a number of additional secretary, joint secretaries, directors, deputy secretaries. അതിന്റെ കൂടെ 2 advisors attached to exclusively to the prime minister in the area of, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ അഡ്വൈസ് ചെയ്യാൻ സയൻസ് ആൻഡ് ടെക്നോളജി. അതേമാതിരി 2 അഡ്വൈസേഴ്സ് അതും ഉള്ളതൊക്കെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പെട്ടതാണ്. പിന്നെ അടുത്തത് റൂൾസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് അടുത്തത് പറയാനുള്ളത്. സി ഹിയർ റൂൾസ് ആൻഡ് ഫങ്ഷൻസിൽ പറയാനുള്ളത്, അദ്ദേഹം ചീഫ് കോർഡിനേറ്റർ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ചെയർപേഴ്സൺ ഓഫ് ദ സീനിയർ സെലക്ഷൻ ബോർഡിന്റെ ചെയർപേഴ്സൺ ആണ്. പിന്നെ സെലക്ഷൻ ഓഫീസേഴ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സെൻട്രൽ സെക്രട്ടറിയിൽ വലിയ വലിയ ലെവലിലുള്ള റിക്രൂട്ട്മെന്റിന്റെ ചെയർമാൻ ആണ്. പിന്നെ ചെയർപേഴ്സൺ ഓഫ് ദ കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഈസ് സെറ്റപ്പ് ടു ഇന്റർ മിനിസ്ട്രീരിയൽ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനുള്ള സെക്രട്ടറിയാണ് അയാള്, ചെയർപേഴ്സൺ ആണ് അയാള്. പിന്നെ ചീഫ് സെക്രട്ടറീസിന്റെ, എല്ലാ സ്റ്റേറ്റിലുള്ള ചീഫ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന്റെ മീറ്റിംഗ് ആനുവലി ഇയാൾ കൺവീൻ ചെയ്യും. എല്ലാ സ്റ്റേറ്റ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി അതിൻ്റെ മീറ്റിംഗ് ഇയാളായിരിക്കും കൺവീൻ ചെയ്യുക കൊല്ലത്തിൽ ഒരു തവണ. എന്നിട്ട് ഗവൺമെന്റിന്റെ ഓരോരോ നിർദ്ദേശങ്ങളും റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കും. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ചീഫ് അഡ്വൈസറാണ്, പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന്, പോളിസി മാറ്റേഴ്സിന്. പിന്നെ gives sanction to a minister before the later decides to lodge prosecution against the publisher or auditor. എന്തെങ്കിലും പ്രോസിക്യൂഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അനുമതി കൊടുക്കുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ആണ്, ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി can act on his own discretion without even
റിസോർട്ടിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഓരോ കാര്യങ്ങളിൽ ചില പ്രോസിക്യൂഷനും ചില അനുമതികളൊക്കെ കൊടുക്കണോ, അത് അയാളാണ് കൊടുക്കുന്നത്. പിന്നെ അഡ്വൈസർ ആൻഡ് കോൺഷ്യസ് കീപ്പർ ടു ഓൾ സിവിൽ സർവൻറ്റ്, മനസ്സിലായില്ലേ? ഹി ഹെൽപ്പ് ഇൻ റെസൊല്യൂഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഡിഫിക്കൽട്ടി. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അയാളെ സോൾവ് ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ, പിന്നെ അയാളും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും തമ്മിലുള്ള ലിങ്ക്, അതായത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും തമ്മിലുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു ഇവര്. സോ a former cabinet secretary observed that the cabinet secretary is also the eyes and ears of the Prime Minister of India. Okay, to enable later to keep in touch with official conduct of the business in central government. പ്രധാനമന്ത്രിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഐസ് ആൻഡ് ഇയേഴ്സ് ആണ്. എ ക്യാബിനറ്റ് സെക്രട്ടറി പെർഫോംസ് എ സ്റ്റാഫ് ഫംഗ്ഷൻ ആൻഡ്, അതായത് ഓരോരോ ക്ലറിക് അസിസ്റ്റൻസ് ഓരോരോ ഇതിനു വേണ്ടിയിട്ട് അവരെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഇനി ക്യാബിനറ്റ് കമ്മിറ്റീസിനെ പറ്റിയിട്ട് ആണ് അടുത്തത് പറയുന്നത്. അടുത്ത കമ്മിറ്റി അത് പറയാനുള്ളത് സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് അതായത് ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പല കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് സിസ്റ്റം to facilitate decision making in specific areas. Okay, then constitution of special committees for speedy decision making. The political economics committee, അതായത് പൊളിറ്റിക്കലും എക്കണോമിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസിന്റെയും കോർഡിനേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, എക്കണോമിക് കമ്മിറ്റി, അഫയേഴ്സ് കമ്മിറ്റി, Committee on Parliamentary Affairs, Appointments Committee, okay, then Committee on Accommodation, okay, അങ്ങനെ Committee on Trade and Commerce, okay, then Agriculture and Food, etc. ഇതൊക്കെയാണ്. അടുത്ത് സൈസ്, അങ്ങനെ അനവധി കമ്മിറ്റി ഉണ്ട്. സൈസ് 3 മുതൽ 8 മെമ്പേഴ്സ് ഉണ്ടാവും ഒരു കമ്മിറ്റിയിൽ. സോ യെസ്, ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ഈ മീറ്റിംഗിൽ, അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ചില സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ചെയർപേഴ്സൺ, അല്ലെങ്കിൽ മന്ത്രിമാര്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കും ഇതിന്റെ ചെയർമാൻ. ദെൻ റോൾസ് ആൻഡ് ഫങ്ഷൻ. സി ദ ക്യാബിനറ്റ്, യെസ്, ഓക്കെ, roles and functions. The cabinet more often accept the decision of the cabinet, okay, renders speedy decisions, okay. Important, yes, policy, important policy and programs. ഇതും ഈ റോൾസ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇനി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ എവാലുവേഷൻ ആണ് അടുത്ത്. അതായത് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്താണ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് അത് ഇപ്പൊ എങ്ങനെ പ്രവർത്തിക്കുന്നത്, അതിനെ പറ്റിയുള്ള ഒരു എവാലുവേഷൻ ആണ്. ഒന്ന്, സി ദാറ്റ് ഈസ് നോർമലി വാട്ട് ഹാപ്പൻ, ഗ്രോ ഇൻ സ്റ്റാച്ചർ ആൻഡ് ഇൻഫ്ലുവൻസ് സൂപ്പർ ക്യാബിനറ്റ് ആയിട്ട് പരിണമിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഡിസിഷനും അവർക്ക് വലിയ പവർഫുൾ ആയിട്ട് എൻജോയ്ഡ് റിയൽ അതോറിറ്റി, മനസ്സിലായോ, ലൈക്ക് എ മിനിസ്റ്റർ ഓർ ഓക്കെ, അവരുടെ സ്കില്ല് ഒരു എന്താ പറയണ്ടേ, ഓർ സെക്രട്ടറിയുടെ സ്കില്ലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററുടെ അതേമാതിരി, പിന്നെ അല്ലെങ്കിൽ യുനോ സ്റ്റേറ്റ് മിനിസ്റ്ററുടെ, അങ്ങനെയൊക്കെ ചില ഇതുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഷുഡ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് their role is secretarial function. അപ്പൊ അത് സൂപ്പർ ക്യാബിനറ്റ് ആയിട്ട് പരിണമിക്കരുത്. അതാണ് ഇന്നത്തെ എവാലുവേഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് കമ്മിങ് കൺക്ലൂഷൻ ഓഫ് ദിസ്. Cabinet Secretariat is to provide a secretarial assistant to the cabinet. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്, ജസ്റ്റ് നോക്കിക്കോളൂ. Cabinet and its various committees. The cabinet secretary is the administrative head. Owing to the position being significant, അതായത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ വളരെ പ്രധാനപ്പെട്ടതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. Owing to the position being significant, വളരെ പ്രധാനപ്പെട്ട പൊസിഷൻ ആയതുകൊണ്ട് ഇത് സീനിയർ മോസ്റ്റ് സിവിൽ സർവന്റിനാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് സീനിയോറിറ്റി. ചിലപ്പോൾ സീനിയോറിറ്റി നോക്കും, ചിലപ്പോൾ സീനിയോറിറ്റി നോക്കാതെ കഴിവ് നോക്കിയിട്ട് വെക്കും.
head of all the civil services is mentioned in the Constitution of India. ഇതാണ് ഈ യൂണിറ്റിൽ. ഓക്കെ, അടുത്ത യൂണിറ്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അതായത് യൂണിറ്റ് 7 സെൻട്രൽ സെക്രട്ടേറിയറ്റ്. അപ്പോൾ ഇതിലെ ഇൻട്രൊഡക്ഷൻ ഇവിടെ പറയാനുള്ളത് അതായത് യൂണിറ്റ് 7 ആണ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫ് ഓൾ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ഇരിക്കും. സോ സെൻട്രൽ സെക്രട്ടറി ഈസ് ഓഫീസ് ഓഫ് ഓൾ ദ സെക്രട്ടറീസ് ബിലോങ്ങിങ് ടു ടു ദി സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ ആളും ഓഫീസേഴ്സും അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. പിന്നെ അതാണ് ഇൻട്രഡക്ഷൻ. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ഓഫീസർ ഉണ്ടായിരിക്കും, ടൈപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും, സബ്ജക്ട് ഏതെല്ലാം സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യണം, ജോയിന്റ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി. പിന്നെ നോക്കൂ, മിനിസ്ട്രീസ് ആണ് വെച്ചാൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി. സെക്രട്ടറി എപ്പോഴും മിനിസ്ട്രിയുടെ ഹെഡ് സെക്രട്ടറിയാണ്. മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരിക്കും ചില സമയത്ത്. ഓക്കെ, അങ്ങനെയാണ്. ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അങ്ങനെ കണ്ടുമാനം ഉണ്ട് സ്ട്രക്ചർ. ദെൻ റോൾസ് ആൻഡ് ഫങ്ഷൻസ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ യൂണിയൻ സബ്ജക്ട്. യൂണിയനിൽപ്പെട്ട സബ്ജക്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട കടമ ഇവർക്കാണ്. പിന്നെ തിങ്ക് ടാങ്ക് ആണ്, നല്ലത് ഉപദേശിക്കുക മിനിസ്ട്രിയെ. ആൻഡ് റിപ്പോസിറ്ററി, റെക്കോർഡ്, അതായത് എല്ലാ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, വൈറ്റൽ ഇൻഫർമേഷൻ. എപ്പോഴും മന്ത്രിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പണ്ട് പാർലമെന്റിൽ എന്തെങ്കിലും അവതരിപ്പിക്കണമെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുക. അത് തക്കതായ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മന്ത്രി സഭയ്ക്ക് കൊടുക്കുക. പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറയുക. ഇല്ലെങ്കിൽ അവിടെ കുഴപ്പത്തിൽ മറ്റൊരു ഓപ്പോസിഷൻ വളരെ നമ്മൾ വെള്ളം കുടിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പൊ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അവരിൽ കണ്ടുമാനം റെക്കോർഡ്. പിന്നെ ഇപ്പോഴത്തെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം എല്ലാവർക്കും എല്ലാ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പൊ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിതി, ഓക്കെ, ആൻഡ് ഫൈനാൻസ് കമ്മീഷൻ, ഇതെല്ലാം ഇവരുടെ ഫംഗ്ഷനാണ്. ഇനി ടെനർ സിസ്റ്റം ഉണ്ട്. ടെനർ സിസ്റ്റം എന്താണ്? ടെനർ സിസ്റ്റം അത് പറയാം. നോക്കൂ, നമ്മുടെ ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റില് പലരും വരുന്നത് പല സ്റ്റേറ്റിൽ നിന്നാണ്. ചിലപ്പോൾ ഡെപ്യൂട്ടേഷനിൽ വരും, ചിലർ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ ഉണ്ട്, IAS ഫ്രം വേരിയസ് സ്റ്റേറ്റ് ദേ ആർ ഗോയിങ് ടു സെൻട്രൽ ഓൾസോ. അപ്പോ ഒഫീഷ്യൽ ഹൂ കം ഫ്രം ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്, എല്ലാ ഓരോരോ കേഡർ ഉണ്ട്. ഒറീസ കേഡർ, വെസ്റ്റ് ബംഗാൾ കേഡർ, പഞ്ചാബ് കേഡർ, കേരള കേഡർ, കർണാടക കേഡർ, അങ്ങനെ. അപ്പൊ അവർ പല ആളുകളും സെൻട്രലിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വരും. അപ്പൊ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് മാർവലസ് ആയിരിക്കും. പല സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അവരുടെ നല്ല കഴിവ് പ്രദർശിപ്പിച്ചിട്ടാണ് ഇവരൊക്കെ വരുന്നത്. അസിസ്റ്റന്റ് കലക്ടർ, അതേമാതിരി ഡെപ്യൂട്ടി കലക്ടർ, അതേമാതിരി കലക്ടർ, അതേമാതിരി ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അപാരമായ എക്സ്പീരിയൻസ് വളരെയധികം ഉണ്ടാവും അവർക്ക്. അപ്പൊ അത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് വളരെ ഗുണകരമായിട്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. ബെനിഫിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, ഓക്കെ, അത് ഓഫ് ബ്യൂറോക്രാറ്റ്സ്, IAS-ന്റെ, ഓക്കെ, ഹൂ നോട്ട് ഓൺലി IAS, IPS, അതെ, നമ്മുടെ പോലീസുകാരും പോകുന്നുണ്ട് പല സ്ഥലത്തേക്ക്. അപ്പൊ അതൊക്കെ അവരുടെ ഇവിടുത്തെ സ്ഥിതിയും അവിടുത്തെ സ്ഥിതിയും ഒക്കെ വിഭിന്നമായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൗകര്യം കിട്ടും. ഓക്കെ, നൗ നാഷണൽ പെർസെപ്ഷൻ. ബ്യൂറോക്രാറ്റ്സിന് സ്റ്റേറ്റിന്റെ മാത്രമല്ല, ഒരു നാഷണൽ വ്യൂ അവർക്ക് അതുകൊണ്ട് ഒരു നമ്മുടെ രാജ്യത്തെ ജനറൽ ആയിട്ട് എന്താണ് അത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കോവിഡ് സിറ്റുവേഷൻ നോക്കൂ, വാക്സിനേഷൻ, എന്തെല്ലാം പ്രിക്കോഷൻ എടുക്കണോ, അത് വെറും സ്റ്റേറ്റിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഓവറോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ ഹെൽത്ത് മിനിസ്റ്ററോ എന്താ പറയുന്നത് അത് നമ്മൾ എടുക്കേണ്ടതല്ലേ. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഇവരെ നാഷണൽ പെർസ്പെക്റ്റീവ് ഓൺ ഓൾ പ്രോബ്ലംസ് ബോത്ത്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ലെവൽസിൽ അവർക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള സാധിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമല്ല അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഓട്ടോണമി, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു അവർക്ക് ജോലി ചെയ്യാൻ. എന്താണ് തെറ്റ്, എന്താ ശരിയെന്ന്
അവർക്ക് മനസ്സിലാവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് എ ചെക്ക് എഗൻസ്റ്റ് ദി പോസിബിൾ ഡേഞ്ചേഴ്സ് ഓഫ് സബ്വേർവൻസ് ടു ദി പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. ഓക്കെ, അതായത് പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കാനുള്ള ഇതും കഴിവും അവർക്ക് ഉണ്ടാകുന്നു. ഇനി യെസ്, വേറെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഏജൻസീസ്. വേറെ ഒരു കാര്യം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്രട്ടേറിയറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്രട്ടേറിയറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഏജൻസീസ്, ഡയറക്ടറേറ്റ്സ്, ചില സമയത്ത് നമ്മുടെ ഡയറക്ടറേറ്റ് ഉണ്ടാവും, ചിലത് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത്, ഇതൊക്കെ ഡയറക്ടറേറ്റ് ആണ്. അപ്പൊ അത് ആൻഡ് ഫീൽഡ് ഏജൻസീസ് ഇംപ്ലിമെന്റേഷനിൽ ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഗവൺമെന്റ് പോളിസി? ആരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്? ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ആണ്, അണ്ടർടേക്കിംഗ് ആണ്, NGOs ആണ്, സബോർഡിനേറ്റ് ഓഫീസ്, കോർപ്പറേഷൻ, ബോർഡ്, സൊസൈറ്റി, ഇതിന്റെ എല്ലാം റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണവരൊക്കെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്. അതായത് ഗവൺമെന്റിന്റെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല ഏജൻസീസ് ആണ്. ചിലത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ചിലത് സബോർഡിനേറ്റ് ഓഫീസ് ആയിരിക്കും, ചിലത് കോർപ്പറേഷൻ ആയിരിക്കും, ചിലത് ബോർഡ് ആയിരിക്കും, ചിലത് കന്റോൺമെന്റ് ബോർഡ് ആയിരിക്കും, ചിലത് സൊസൈറ്റി ആയിരിക്കും, ചിലത് പിന്നെ അങ്ങനെ അണ്ടർടേക്കിങ്സ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതിന്റെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് അപ്രൈസൽ. അപ്രൈസൽ എന്ന് വെച്ചാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ സെക്രട്ടറി ഈസ് ആൻ institutionalized system indispensable for the people, for the proper functioning of the government. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, നമുക്ക് പറയാൻ പറ്റുമോ സെക്രട്ടേറിയറ്റിന്റെ ആവശ്യമില്ലെന്ന്? എല്ലാ കാര്യങ്ങളും അവിടെ നിന്നല്ലേ ചെയ്യുന്നത്. മന്ത്രിമാരവിടെ അല്ലേ ഇരിക്കുന്നത്, സെക്രട്ടറിമാർ അവിടെ അല്ലേ ഇരിക്കുന്നത്, ഇപ്പോൾ പേപ്പർ അവിടെ അല്ലേ, പോളിസി ഡിസിഷൻ അവിടെ നിന്നല്ലേ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് ഒഴിച്ചുകൂടാൻ അവിഭാജ്യ ഘടകമാണത്. അതുകൊണ്ട് ഇൻഡിസ്പെൻസിബിൾ ആണ്. അപ്പൊ ഫോർ ദി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ്, പിന്നെ ഇന്റർ മിനിസ്ട്രിയൽ കോർഡിനേഷൻ, ഇതൊക്കെ വേണം. പിന്നെ കൺസിസ്റ്റൻസി, റൂൾസ് ഉണ്ടാകുമ്പോൾ കൺസിസ്റ്റൻസി വേണം, പിന്നെ കണ്ടിന്യൂറ്റി വേണം. പിന്നെ പലയിടത്തും ഓവർ സ്റ്റാഫ് ഉണ്ട്. ശ്രദ്ധിക്കൂ, ഓവർ സ്റ്റാഫ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഗവൺമെന്റ് സ്റ്റാഫ് കണ്ടമാനം നമുക്ക് എക്സസ് ആയിട്ട് ചില ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതൊക്കെ ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ lot of economic problems nation is facing, and concerned state is also facing. We cannot afford of having excess manpower, because utmost care is to be taken. നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ 10 പ്രാവശ്യം ആലോചിക്കണം ഇവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് പരിണമിക്കും. കാരണം ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, എല്ലാം കൊടുക്കണം. 58 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 62 വയസ്സ് വരെയൊക്കെ ഉണ്ട് ഓരോരുത്തർ ജോലി. അപ്പൊ അതുവരെ നമുക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ അവർ പിരിച്ചുവിടാനും പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ആളുകളെ പിരിച്ചുവിടാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് think before you act. Utmost care is to be taken at the time of recruitment. എക്സസ് മാൻ പവർ പാടില്ല. നിങ്ങൾക്കറിയാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലും ഗവൺമെന്റിലൊക്കെ ഇപ്പോൾ വളണ്ടറി റിട്ടയർമെന്റ് സ്കീം, VRS സ്കീം സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം ടു റെഡ്യൂസ് സർപ്ലസ് മാൻ പവർ എക്സിസ്റ്റിംഗ് ഇൻ ദ റിലവന്റ് ഓർഗനൈസേഷൻ. അതായത് ഏരിയാസ്, എവിടെ ഏരിയാസ് ഉണ്ടോ അവര് പോണെങ്കിൽ പൊക്കോട്ടെ, അതിനുള്ള കോമ്പൻസേഷൻ. പക്ഷേ 60 ദിവസത്തെ അല്ലെങ്കിൽ 40 ദിവസത്തെ ശമ്പളം, അതേമാതിരി പല 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 ആനുകൂല്യങ്ങൾ കൊടുത്ത ആളുകളെ പറഞ്ഞേക്കാണ്. അപ്പൊ ഇവിടെ ഒരു ശ്രദ്ധ വേണ്ടത് എന്താ അറിയോ? VRS മെയിൻ പർപ്പസ് ഈസ് ടു റെഡ്യൂസ് ദി എക്സസ് മാൻ പവർ. അപ്പൊ VRS എടുത്തിട്ട് പിന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് വേറെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പോരത്. എക്സെപ്റ്റ് ലോ, നിയമപരമായിട്ട് ആവശ്യമുള്ള ചിലരുണ്ട്. ഇപ്പൊ ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറി അത്യാവശ്യമാണ്, അവർ പിരിച്ചുവിട്ടാൽ വേറെ ആളെ റിക്രൂട്ട് ചെയ്യണം. നിയമം, അയാൾ ചീഫ് ലോ ഓഫീസറാണ്, രജിസ്റ്റർ ഓഫ് കമ്പനീസിനോട് കൂടി ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അയാളിപ്പോ VRS എടുത്ത് പോയിച്ചാൽ വേറെ ആളെ റിക്രൂട്ട് ചെയ്യാം. പക്ഷേ ഒരു ക്ലർക്ക് പോയാൽ ചില സമയത്ത് പറ്റില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ സർപ്ലസ് മാൻ പവർ ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ യെസ്, അപ്പൊ ഇവിടെ ഓവർ സ്റ്റാഫിനെ പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ റെസ്പോൺസിബിൾ ഫോർ ദി
പിന്നെ ചിലയിടത്ത് ടെൻഷൻ റിഡൻ റിലേഷൻഷിപ്പും പാടില്ല. ചിലയിടത്ത് ജോലിയുള്ളവർക്ക് അപാര ജോലി ഇല്ലാത്തവർക്ക് ഒന്നുമില്ല. അപ്പൊ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി പ്രോപ്പർ. കൺസേൺ സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രോപ്പർ ആയിരിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ റിഡൻ വർക്ക് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും സാരമായി. അതുകൊണ്ട് അവരെ ഫ്രീ ആയിട്ട് പ്രോപ്പർ വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി കൺസേൺഡ് ഓഫീസർമാർക്കുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ടെൻഷൻ റിഡൻ റിലേഷൻഷിപ്പ്, ഓവർ സ്റ്റാഫ്, പിന്നെ ഇത്തരത്തിലുള്ള അൺനെസസറി പിന്നെ റെസ്പോൺസിബിലിറ്റി, ഓവർ ചില വർക്ക് കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അതെല്ലാം നിർത്തണം. ഓക്കെ, ഇതാണ് വേറൊരു പോയിന്റ്. നൗ ഇതില് ഒരു പാട്ട് പറയാനുള്ളത് സെൻട്രൽ സെക്രട്ടേറിയറ്റ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ വേറെ എടുക്കാണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇൻ ദി അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡൽഹിയിലാണത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഓരോരോ സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റ് അതായത് ക്യാപിറ്റലിലാണ്. മനസ്സിലായോ? ഓരോരോ ക്യാപിറ്റലിലാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്. സെൻട്രലിന്റെ നമ്മുടെ ഡൽഹിയിലാണ്. എല്ലാ മിനിസ്ട്രി എല്ലാം അവിടെയാണ്. മനസ്സിലായോ? പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റ് ചില വേറെ സിറ്റിയിലാണ്. അറ്റോമിക് എനർജി ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയാണ്. മനസ്സിലായോ? സ്പേസിന്റെ ബാംഗ്ലൂരാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ സെൻട്രൽ സെക്രട്ടറീസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫ് ഓൾ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ദ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഹെഡഡ് പൊളിറ്റിക്കലി. മിനിസ്ട്രി ആരാ? മന്ത്രിമാരാണ്, രാഷ്ട്രീയപരമായിട്ട് മന്ത്രിമാരാണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ആരാ ചെയ്യുന്നത്? സെക്രട്ടറിയാണ്. എല്ലാ മിനിസ്ട്രിയിലും സെക്രട്ടറിമാരുണ്ട്. മിനിസ്ട്രിയുടെ ഹെഡ് പൊളിറ്റിക്കൽ ഹെഡ് മന്ത്രി, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സെക്രട്ടറി. മനസ്സിലായോ? പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും ഡിപ്പാർട്ട്മെന്റിന്റെ. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ പല മിനിസ്ട്രി ഉണ്ടെങ്കിൽ സെക്രട്ടറി ആണോ. പിന്നെ ഈ യൂണിറ്റില് വി ഹാവ് ഫെമിലറൈസ്ഡ് ourselves with the organization structure, function and role of the central secretariat. അപ്പൊ നമ്മളെ റോൾ, സെൻട്രൽ സെക്രട്ടറിയേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്, സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അതിൽ പല മോളിൽ നിങ്ങളുടെ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, മറ്റേ അങ്ങനെ പലതും. അപ്പോൾ ദ യൂണിറ്റ് ഹാസ് ആൾസോ ഹൈലൈറ്റഡ് ദ ടെനർ സിസ്റ്റം. ടെനർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ഓരോരുത്തർക്ക് വേറൊരു കാര്യം കൂടി ടെനർ സിസ്റ്റം. അതായത് നമ്മൾ 3 കൊല്ലം IAS ഓരോരോ കേഡർ, IPS ഒക്കെ ഒരു കേഡർ സ്റ്റേറ്റിന് വേണ്ടി അലോട്ട് ചെയ്യുക. കർണാടക കേഡർ, UT കേഡർ, ഡൽഹി, അങ്ങനെ UP കേഡർ, അതേമാതിരി ബംഗാൾ. ഇവര് 2-3 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിൽ കേഡർ ഇതിൽ ഡെപ്യൂട്ടേഷന് പോകണം. കാരണം അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ നമ്മളെ ഇന്ത്യ ഈസ് വൺ. സിവിൽ സർവീസസ് കൺട്രോൾഡ് ബൈ UPSC. അവരാണല്ലോ സെലക്ഷൻ. അതേമാതിരി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ, കുറച്ച് മുമ്പേ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, അത് പെൻഷൻ ആൻഡ് ഗ്രീവൻസസ്, അവരാണ് ഇവരെ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ ഇവരെ പറ്റി IASന്റെ പേരിൽ നിങ്ങളെ ഒരു സിവിൽ സർവന്റിന്റെ മീതെ ആക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ UPSCയുടെ അപ്രൂവൽ വേണം. സസ്പെൻഡ് ചെയ്യുക, ടെർമിനേഷൻ ഒട്ടും പാടില്ല. അത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ബേസിക്കലി IAS കേഡർ അത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഈ UPSC ലിസ്റ്റ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റിലാണ്. പിന്നെ അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഓരോരോ കേഡറിലേക്ക് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റേറ്റിന് എത്ര സൈസ്, നമ്മുടെ ഓരോരോ സ്റ്റേറ്റിന്റെ സൈസ് ഒക്കെ നോക്കിയിട്ടാണ് ഇവർക്ക് എത്ര എണ്ണം വേണമെന്ന്, എത്ര IPS ഓഫീസർ വേണം, എത്ര DGP വേണം, എത്ര ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോ അവിടെയും ജോലി ചെയ്യും, നമ്മുടെ സെൻട്രലിലും ജോലി ചെയ്യും, സ്റ്റേറ്റിലും ജോലി ചെയ്ത്, അങ്ങനെ നമുക്ക് വളരെയധികം നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു. ഇനി ഒരു പോയിന്റ്, 2 യൂണിറ്റ് കഴിഞ്ഞു. ഇനി ഒരു പോയിന്റ്, ഇന്നലെ ഒരു ചെറിയ ഇത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് ഞാൻ ഒന്ന് കവർ ചെയ്യട്ടെ. ജുഡീഷ്യറിയില് ഇന്നലത്തെയാണത്, ബാക്കിയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്നും ഞാൻ പറയാം. അപ്പൊ ഇത് ഈ 2 യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഇന്നലത്തെയാണ്. അതായത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി.
നോക്കൂ, ഈ ജുഡീഷ്യറി പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞു, അതിൽ ലേശം ബാക്കിയുണ്ടപ്പോൾ സമയക്കുറവുണ്ടായിരുന്നു. ജുഡീഷ്യറി നമ്മുടെ അറിയാലോ, വളരെ വളരെ നല്ല, എന്താ പറയണ്ടേ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊന്നുമില്ല. അവർ ദേ ടേക്ക് ഹൈലി ക്വാളിഫൈഡ് പീപ്പിളാണ്. ദേ ആർ സെലക്ടഡ് ആഫ്റ്റർ റിഗറസ് പ്രൊസീജിയർ. ജഡ്ജസിനെ അങ്ങനെ എളുപ്പത്തിലൊന്നും അവരെ കൊളീജിയും മറ്റേതുണ്ട്, അവരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ലോ മിനിസ്ട്രി ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പറഞ്ഞു ഞാൻ ഇന്നലെ, സുപ്രീം കോടതി ഡൽഹി ആണ് നമ്മുടെ അപ്പെക്സ് കോർട്ട് പറഞ്ഞ സുപ്രീം കോർട്ട്, ഏറ്റവും വലിയത്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ 30+1 ആയിരുന്നു. ഇപ്പൊ ലേശം കൂട്ടിയിട്ട് തോന്നുന്നുണ്ട്. അത് സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ ഇത് കൂട്ടണം വെച്ചാൽ പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. അവരുടെ ശമ്പളം ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാർലമെന്റ് അപ്രൂവ് ചെയ്യണം കേട്ടോ. പക്ഷെ 30+1 ആയിരുന്നു. 1 പറഞ്ഞ ചീഫ് ജസ്റ്റിസ്, മറ്റേത് 30 ജഡ്ജസ്. അപ്പൊ അതില് ഫീമെയിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോ നമ്പർ അല്പം കൂടിയുള്ളതുകൊണ്ട് 2-3 കൂടി കൂടിയുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് 62 വർഷം വരെ വയസ്സ് വരെ ജഡ്ജസിന് ജോലി ചെയ്യാം. 65 വർഷം വരെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിന് ജോലി ചെയ്യാം. ഹൈക്കോടതിയില് ഇവിടെ ചീഫ് ജസ്റ്റിസിന് സെയിം, അതേമാതിരി അവിടെ ഇവിടെ മറ്റേത് 62 എട്ടാണ് ഇത്. പക്ഷേ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രലില് നമ്മുടെ കൊളീജിയം റെക്കമെൻഡ് ചെയ്യണം, നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജഡ്ജസിന് ഓത്ത് കൊടുക്കുന്നത്. ചീഫ് ജസ്റ്റിസിന് ഓത്ത് കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, നമ്മുടെ ഇന്ത്യയുടെ. ജഡ്ജസിന് ചീഫ് ജസ്റ്റിസ് ആണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് ഹൈക്കോടതിയില് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഹൈക്കോടതിയില്. പക്ഷേ ജഡ്ജസിന് ഓത്ത് കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കൺസേൺഡ് ഹൈക്കോർട്ടാണ് ജഡ്ജസിന്. മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ കീഴില് അനവധി വേണ്ട ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ട്, അങ്ങനെ പല 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 മുനിസിപ്പൽ കോടതി, അങ്ങനെ പല 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 കോടതികൾ അങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇതിനൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇതിൽ ഉള്ളത്. പിന്നെ വളരെ നല്ല ഇതാണ്, നല്ല 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 ജഡ്ജ്മെന്റ്, റിമാർക്കബിൾ ഇതാണ് നമ്മുടെ. അപ്പൊ ഇമ്പാർഷ്യൽ വേ. പിന്നെ അപ്പോ ഇതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇൻഡിസ്പെൻസിബിൾ ആണ് നമ്മുടെ ഇത് ജുഡീഷ്യൽ സിസ്റ്റം. പിന്നെ യൂണിഫൈഡ് സിസ്റ്റമാണ്. പിന്നെ എത്ര മെമ്പർ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. 25ഓളം ഹൈക്കോടതി ഉണ്ട്. എല്ലാ സ്റ്റേറ്റിനും ഹൈക്കോടതി ഇല്ല, ചെറിയ സ്റ്റേറ്റിന് ഇല്ല. അപ്പൊ പക്ഷെ അത് മെർജ് ചെയ്തിട്ട് മറ്റുള്ളത് തമ്മിലായിരുന്നു. പണ്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നില്ല, മഹാരാഷ്ട്ര ഗോ ഒന്നായിരുന്നു. അതേ പ്രകാരം ചണ്ഡീഗഡ്, പഞ്ചാബ് ആൻഡ് ഹരിയാനയ്ക്ക് ചണ്ഡീഗഡാണ് ഒറ്റ ഇത്. അപ്പോ ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് എ യൂണിഫൈഡ് സിസ്റ്റമാണ്. നിയമം എല്ലായിടത്തും ഒരേമാതിരി തന്നെ, എല്ലാവർക്കും ബാധകമാണ്. വലിയ ആൾക്കും ചെറിയ ആൾക്കും നിയമം ഒരേമാതിരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ദെൻ സുപ്രീം കോടതിയെ പറ്റിയിട്ട് ഒരു റോൾ ആൻഡ് ഫങ്ഷൻസിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. കാരണം ഇന്നലെ അത് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. നോക്കൂ, സുപ്രീം കോടതിയുടെ ഡ്യൂട്ടി ഒന്ന്, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ബൈ ദി കൊളീജിയം. കൊളീജിയം പറഞ്ഞാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസും കുറച്ച് ജഡ്ജസും കൂടിയാണ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവരുടെ ബയോഡാറ്റ അതെല്ലാം ലോ മിനിസ്ട്രിയിൽ പോയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. പിന്നെ 65 വയസ്സ് വരെ, അതായത് പിന്നെ ഓഫീസർ ടിൽ ദ അറ്റൈൻ 65 and 62 സുപ്രീം കോടതിയിൽ. പിന്നെ ഓക്കെ, അങ്ങനെ. പിന്നെ സുപ്രീം കോടതി ജഡ്ജസ് ഹാവ് ബീൻ പിന്നെ റിട്ടയർമെന്റ് ശേഷം ജോലി ചെയ്യാൻ പാടില്ല, റിട്ടയർമെന്റിന് ശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് സാലറി, നല്ല സാലറിയാണ്. എന്താ അതിന്റെ ഉദ്ദേശം അറിയോ? വൈ ദേ ആർ ഗെറ്റിംഗ് വെരി ഗുഡ് സാലറി? ബിക്കോസ് അവരുടെ ദേ ഷുഡ് ട്രൈ ടു ലിവ് ഇൻ എ കംഫർട്ടബിൾ വേ സോ ദാറ്റ് ആഫ്റ്റർ റിട്ടയർമെന്റ്, ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നോ കറപ്ഷൻ, നത്തിങ്. And after retirement, they should comfortably spend their life. ജീവിതം അവസാനം വരെ വളരെ നന്നായിട്ട് അവർ ജീവിക്കാം. അവർക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷനാണ്, എല്ലാ മറ്റുള്ള ഫെസിലിറ്റീസിൻ്റെ നല്ല സാലറി, ഇതൊക്കെ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്താണ് അതിന്റെ പ്രധാന ഉദ്ദേശം? അതായത്
അവരുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ജോലി സ്ഥലത്തിൽ തന്നെ ജോലി തന്നെ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ സത്യസന്ധതയോടും ഹൈ ഇൻറ്റിഗ്രിറ്റിയോടു കൂടി നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ ജഡ്ജസിൻ്റെയും മറ്റുള്ളവരുടെ. ചിലപ്പോൾ ചിലവർ തെറ്റുകൾ കാണിക്കാം, അതല്ല അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ തെറ്റ് കാണിക്കണമെന്നല്ലല്ലോ. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാരാണ്. അവരുടെ ലോങ് പ്രോസസ്സാണ് അവരുടെ റിക്രൂട്ടിങ് റിഗ്രസ് റിക്രൂട്ട്മെൻ്റാണ് അവരുടെ. മനസ്സിലായില്ലേ? അങ്ങനെ എളുപ്പത്തിലൊന്നും കയറി കൂടാൻ പറ്റില്ല അവിടേക്ക് കേട്ടോ. രാഷ്ട്രീയപരമായിട്ടും മറ്റേതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ആ കഴിവ് പ്രദർശിപ്പിച്ചേ പറ്റൂ ത്രൂ ജഡ്ജ്മെന്റ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയണ്ടേ, ജഡ്ജ്മെന്റ് എന്തായിക്കോട്ടെ, ജഡ്ജിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ചിലപ്പോൾ ജഡ്ജ്മെന്റ് ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആവാം, ഫേവറബിൾ അല്ലാതിരിക്കാം. അവർ പല ആംഗിളിൽ നോക്കിയിട്ടാണ് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത്. പക്ഷേ ജഡ്ജസിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ഓക്കെ. പിന്നെ വേറൊന്ന്, Supreme Court has been authorized to have its own establishment and complete control over it. Complete control over it. Okay. പിന്നെ അത് മാത്രമല്ല, സുപ്രീം കോടതിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം കോടതിക്കാണ്. ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരും. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ എല്ലാം നമ്മൾ ആ സമയത്ത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. 47 ഇന്ത്യയല്ലോ ഇന്ന് ഈ 2022 ഇന്ത്യ. 47 ബി ആർ അംബേദ്കർ ഉണ്ടാക്കുമ്പോൾ ആ ഇന്ത്യയാണോ ഇന്ന്? അപ്പം സാഹചര്യങ്ങൾ മാറും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കോടതിയിലും ചില മാറ്റങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ മറക്കാതെ പറയട്ടെ. നോക്കൂ, ഹൈക്കോടതിയുടെ ജഡ്ജിനെ, ഒരു മിനിറ്റ്, ആദ്യം സുപ്രീം കോടതി ജഡ്ജി പറയട്ടെ. സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അവരെ നമ്മൾ കറപ്ഷൻ ചാർജ് എന്തെങ്കിലും ഉണ്ടായെന്നുണ്ടെങ്കിൽ ത്രൂ ഇംപീച്ച്മെന്റ് 2/3 മെജോറിറ്റി പാർലമെന്റിൽ വേണം. അതായത് മെജോറിറ്റി അവരുടെ തെറ്റ് അപ്രൂവ് ചെയ്യണം. അവരെന്തെങ്കിലും കറപ്ഷൻ ചാർജ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകസഭ രാജ്യസഭയില് 2/3 മെജോറിറ്റിയോട് കൂടി ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ വേണം. അത് കഴിഞ്ഞ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ജഡ്ജിയെ മാറ്റാൻ പറ്റൂ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, ആരായാലും അങ്ങനെ ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാണ്, ഇന്ത്യയുടെ ചരിത്രത്തില് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ ഇതൊരു പ്രൊവിഷൻ ഉണ്ട്, ഇംപീച്ച്മെന്റ്. ആരെങ്കിലും കറപ്ഷൻ എന്ന് ചെയ്തു ഇങ്ങനെ 2/3 മെജോറിറ്റി വേണം. പക്ഷെ അതിന് മുമ്പേ തന്നെ ചിലര് രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നം അത് പാർലമെന്റ് എടുക്കില്ലല്ലോ. എന്നുവെച്ചാൽ ആൾ പോയി രാജിവെച്ചിട്ട്. അങ്ങനെ ചെറിയ കൊച്ചു കാര്യത്തിനൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണം ഞാൻ ഇവിടെ, ബിക്കോസ് ഈസ് ഓപ്പൺ സെഷൻ, ഐ കനോട്ട് ടെൽ വൺ ചീഫ് ജസ്റ്റിസ് എന്താണ് ഉണ്ടായത് പണ്ട്. അപ്പോൾ അതായത് നമ്മുടെ എന്തോ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വീട് വെച്ച ഗവൺമെന്റിന്റെ ഇതാണ്. അത് അവിടെ ജസ്റ്റ് സ്പെൻഡ് ചെയ്തു, അതിനെപ്പറ്റി പാർലമെന്റിൽ എന്തൊക്കെയോ വരും. പക്ഷെ അതിനു മുമ്പേ തന്നെ പിന്നെ അത് എതിർക്കും, നഖശികാന്തം വരും. നമ്മുടെ ഇംപീച്ച്മെന്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും തമ്മിൽ നല്ല ഡിസ്കഷൻ വരും. എളുപ്പമല്ല അത്, മനസ്സിലായില്ലേ? അതേമാതിരി പ്രസിഡന്റിന് പറയാൻ പറഞ്ഞു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നമുക്ക് മാറ്റാൻ പറ്റില്ല ത്രൂ ഇംപീച്ച്മെന്റ്. എന്തിലെ കറപ്ഷൻ കേസസിൽ പറ്റില്ല. ഇംപീച്ച്മെന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് ഇംപീച്ച്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ, ഭരണഘടന പ്രകാരം വയലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇംപീച്ച്മെന്റ് നടക്കാൻ പാടൂ. സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രസിഡന്റ് വളരെ നല്ല കഴിവുള്ള ആളുകളാണ്, സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്. വി ആർ ഫോർച്യൂനേറ്റ് ടു ഹാവ് വെരി നമ്മൾ അബ്ദുൽ കലാം ആയിക്കോട്ടെ, സർവപ്പള്ളി രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അതേമാതിരി വെങ്കിട്ടരാമൻ, അതേമാതിരി അബ്ദുൽ കലാം, അതേമാതിരിയുള്ള ആളുകളാണ്. പ്രണബ് മുഖർജി, ടഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ വലിയ കോമ്പറ്റന്റ് പേഴ്സൺസ് ആണ് ഇവരൊക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ. പിന്നെ ജുഡീഷ്യറി, പിന്നെ സുപ്രീം കോർട്ട് ഹാവ് ബീൻ ഓതറൈസ്ഡ് ടു ഹാവ് ഇറ്റ്സ് ഓൺ. സുപ്രീം കോടതിക്ക് അവരുടേതായ അഡ്മിനിസ്ട്രേഷന്റെ ലീഗൽ സെല്ല് അതേമാതിരി ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ജഡ്ജസ് ഇമ്മ്യൂൺ ഫ്രം എനി അതർ ജഡ്ജ്മെന്റ് ഇൻ എനി അതർ കോർട്ട് ഓഫ് ലോ. പേയ്മെന്റ് ഓഫ് ഇവരുടെ സാലറി വളരെ നല്ല സാലറിയാണ്. മാത്രമല്ല റിട്ടയർമെന്റിന് ശേഷം ഇവർക്ക് ജോലി ചെയ്യാൻ പാടില്ല.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് പെട്ടെന്നൊന്ന് ഞാൻ പറയട്ടെ. നോക്കൂ, അയ്യോ സോറി, ഇതല്ല. ഇനി പറയാനുള്ളത്, നമ്മുടെ കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഉണ്ട്. സോറി, അതായത് ഒറിജിനൽ ജുറിഡിക്ഷൻ. അതായത് നമ്മുടെ കോടതി ചില അധികാരങ്ങളുണ്ട്. അതായത് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് അതിൽ ഇടപെട്ടിട്ട്, അതിനാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ. ആർട്ടിക്കിൾ 131. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. 2, അപ്പലേറ്റ് ജുറിഡിക്ഷൻ. അപ്പലേറ്റ് അതായത് സിവിൽ ക്രിമിനൽ അപ്പീൽസ്. അതായത് ഹൈക്കോടതിക്ക്, അതായത് റിവ്യൂ ചെയ്യാൻ. ഹൈക്കോടതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സിവിലോ ക്രിമിനലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി അത് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പലേറ്റ് ജുറിഡിക്ഷൻ. അപ്പലേറ്റ് പറഞ്ഞ അപ്പെക്സ്. അടുത്തത് അഡ്വൈസറി ജുറിഡിക്ഷൻ. പ്രസിഡന്റിന് എന്തെങ്കിലും നിയമപരമായിട്ട് അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുപ്രീം കോടതിയോടോ അല്ലെങ്കിൽ ഗവർണർക്ക് എന്തെങ്കിലും ആവശ്യം വെച്ചാൽ ഹൈക്കോടതിയോട് ചോദിക്കാം. അടുത്തത് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് വെച്ചാൽ പൊതുജനത്തിന്റെ ഒരു സേവനത്തിന് വേണ്ടി എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും കോടതിയിൽ അപ്പീൽ ചെയ്യാം. അതെ, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കോടതി വിധി ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് റീഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ജനങ്ങളുടേതാണ്. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു ഇതും അവർക്ക് അധികാരമുണ്ട്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആർക്കെങ്കിലും കൊടുക്കാം, അതുകൊണ്ട്. പിന്നെ അടുത്ത റിട്ട് ജുറിഡിക്ഷൻ. ഇത് വളരെ ശ്രദ്ധിക്കൂ. റിട്ട്, അതായത് കോടതിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കിക്കോളും. റിട്ട് എന്ന് വെച്ചാൽ 3-4 വിധത്തിലുണ്ട്. ഒന്ന് ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർട്ടിയോറൈ, പ്രൊഹിബിഷൻ ആൻഡ് ക്യോ വാറണ്ടോ. അതായത് എന്താണ് ഹെബിയസ് കോർപ്പസ് പറഞ്ഞറിയോ? പോലീസിന് പിടിച്ചിട്ട് ഒരാളെ കൊണ്ടിട്ട് ജയിലിടാൻ പറ്റില്ല. എവിടെയെങ്കിലും 24 മണിക്കൂറിനുള്ളില് അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരാളെ, അതായത് ഡീറ്റെയിൽസിൽ വെക്കാൻ പാടില്ല. അങ്ങനെ ഡീറ്റെയിൽസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ കാണാനില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കാണാനില്ല, എന്റെ അനുജനെ കാണാനില്ല, ചേട്ടനെ കാണാനില്ല പറഞ്ഞാൽ then immediately they have to find out. Then അടുത്ത മാൻഡമസ് എന്ന് പറഞ്ഞാൽ അവര്, അതായത് ഗവൺമെന്റിനോട് ചില നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി പറയാം. ചിലപ്പോൾ നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെർട്ടിയോറൈ, അതായത് ലോവർ കോർട്ടിന്റെ ഡിസിഷൻ ഹൈക്കോടതി പേപ്പറും ഫയലും ലോവർ കോടതി എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറെല്ലാം ഹൈക്കോടതി ചോദിക്കും. അപ്പൊ കൊടുത്തേ പറ്റൂ. അതാണ് സെർട്ടിയോറൈ. പിന്നെ അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് റിട്ട്. അതായത് ചില ആളുകള് നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ 3 ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഹൈക്കോടതി പറഞ്ഞു വേണ്ട, കാരണം ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആണ്. 1 മതി, 3 ക്യാപിറ്റൽ പാടില്ല. അവര് ലീഗലായിട്ടും മറ്റേതൊക്കെ അങ്ങനെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവർ തീരുമാനിക്കും. അപ്പോ നിയമത്തിന് അനുസരിച്ചിട്ട് നിയമത്തിന് അഗൈൻസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ കോടതി ഇടപെടും. അടുത്തത് കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ചിലവരെന്ത് ചെയ്യറിയോ, എനിക്ക് പവറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, വേഗം അവർക്ക് അധികാരമില്ലാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോ കോ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർ വിച്ച് കപ്പാസിറ്റി യു ഹാവ് ഫങ്ഷൻ, അതായത് ഏത് കപ്പാസിറ്റി നിങ്ങൾക്ക് നിയമം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലോ. നോക്കൂ, ഷൂട്ടർ സൈറ്റ് ഓർഡർ കലക്ടർക്ക് അധികാരമുള്ളൂ, അത് തഹസിൽദാർക്ക് കൊടുക്കും. അപ്പൊ ചോദിക്കും അണ്ടർ വിച്ച് കപ്പാസിറ്റി. ഓക്കെ, അതാണ്. പിന്നെ വേറെ ഒന്ന് ലാസ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മുടെ കോടതികളെ ഇത്തരത്തിലുള്ള വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ എഫിഷ്യൻ്റ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്. ഇങ്ങനെയാണെങ്കിലും ചില സമയത്ത് ജുഡീഷ്യൽ ആക്ടിവിസം ഉണ്ട്, ചിലപ്പോൾ ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് സാധാരണ അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് നമ്മുടെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും കോടതിയിലേക്ക് അങ്ങോട്ട് വിടും. അപ്പൊ ചില സമയത്ത് ഓരോരോ കാര്യങ്ങൾ, ഒരു അമ്പലത്തിൽ ആരാണ് പൂജാരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതൊക്കെ ഇല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം ഇതുണ്ട്, എക്സസ് ആയിട്ട് ചില സമയത്ത് അത് ചിലപ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, കൺട്രോള്
ചെയ്യണം എന്ന് അത്ര മാത്രമേ ഇതേ ഉള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.